മലബാറിലെ വിവിധ ജില്ലകളിൽ കോടികളുടെ തട്ടിപ്പാണ് കാരാട്ട് കുറീസ് എന്ന സാമ്പത്തിക സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോഴും പ്രതികളെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ പണം നഷ്ടപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നത്. മാസങ്ങൾക്കിപ്പുറവും അതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ചില പരാതികളൊന്നും തന്നെ ഇപ്പോഴും കേസെടുത്തിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധി ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടും പ്രതികളെ ഇതുവരെയായിട്ട് പിടികൂടാത്തെന്നൊരു ചോദ്യമാണ് ഈ ആക്ഷൻ കമ്മിറ്റി ആണെങ്കിലും പണം നഷ്ടപ്പെട്ട ആളുകളും ഒരുപോലെ ചോദിക്കുന്നത്. നിലവിലെ സ്ഥിതി എന്താണ് കേസിൻ്റെത്? ഈ പ്രതികൾ എവിടെയാണുള്ളതെന്ന് കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? പ്രതികൾ എവിടെയാണെന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഇരട്ടിത്തപ്പാണ്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ഈ ഇരകളാക്കപ്പെട്ട മനുഷ്യർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം പോലീസ് വിഷയത്തിൽ ഇരട്ടിത്തപ്പ എന്നുള്ളതാണ്. 700-ലേറെ പരാതികൾ കൊടുത്തിട്ട് മുഴുവൻ ആളുകൾക്കും ഇതുവരെ പരാതിക്ക് റെസീറ്റ് പോലും കൊടുത്തു തീർത്തിട്ടില്ല. ആക്ഷൻ കമ്മിറ്റിയുടെ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാനതിൻ്റെ അഭിഭാഷകൻ, ഇവരുടെ ലീഗൽ അഡ്വൈസർ എന്നുള്ളതൊക്കെ ഞാൻ അതിനകത്ത് മെമ്പറാണ്. ഒരൊറ്റ കോപ്പി FIR ഇതുവരെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമാധാനപരമായിട്ട് സമരം നടത്താൻ വേണ്ടിയിട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളോട് ചെല്ലുന്ന സമയത്ത് ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസിൽ ഉൾപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് അകത്തിരുന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസ് തിരിച്ചയക്കുന്ന ഒരു പ്രശ്നമുണ്ട്. സംഭവം പുറത്തായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി. മലബാറിലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് എവിടെ നിന്നാണ്? ഞങ്ങൾ നിലമ്പൂർ, വണ്ടൂർ 2 നിയമസഭാ മണ്ഡലങ്ങളുടെ കീഴിൽ എന്ന് വേണമെങ്കിൽ ആ ഒരു ഏരിയ തിരിച്ച് പറയാം. ഇവിടുത്തെ ഈ പറയുന്ന നിലമ്പൂർ ബ്രാഞ്ച് ആണ്. നിലമ്പൂർ ബ്രാഞ്ചിലെ കാരാട്ട് കുറീസിൻ്റെ ഷെട്ടി ഫണ്ടിൻ്റെ ബ്രാഞ്ചും അതുപോലെ തന്നെ ധനക്ഷേമ നിധി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിക്ഷേപം സ്വീകരിക്കുന്ന ഇവരുടെ ഒരു ഉപസ്ഥാപനവും, ഈ 2 സ്ഥാപനങ്ങളിലും കൂടിയിട്ട് 20 കോടിയിൽ പരം രൂപ പറ്റിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന അവരുടെ ബ്രാഞ്ച് മാനേജർമാർ, അവരുടെ ADMമാരൊക്കെ ആയിട്ടുള്ള സ്ഥാപനത്തിലെ പൊസിഷനിലിരുന്ന ആളുകൾ, അക്കൗണ്ട്സ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നിന്നും കിട്ടിയിട്ടുള്ള വിവരം. ഈ പ്രതികൾ 2 പേരല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന? 2 പേരല്ലേ ഇതിൽ? 2 പേരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്ന ആളുകൾ ഈ അടുത്ത കാലം വരെ 9-12 ഡയറക്ടർ ബോർഡ് മെമ്പർമാരുണ്ടായിരുന്നു ഈ വിഷയത്തിനകത്ത്. അവരൊക്കെ വളരെ സേഫായിട്ട് ഇത് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് വളരെ വിദഗ്ധമായിട്ട് എന്ന് പറയത്തക്ക രൂപത്തിൽ അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർഷിപ്പിൽ നിന്ന് മാറുകയും 1-2 ആളുകൾ PSC പരീക്ഷയ്ക്ക് എഴുതി സർക്കാർ സർവീസിലേക്ക് വരെ എത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസ് അന്വേഷണത്തിൽ സംഭവിച്ചത്, അതായത് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ചിലയിടങ്ങളിലൊക്കെ FIR ഇട്ടിട്ടുണ്ട്, പരാതി വന്നിട്ടുണ്ട്. ഈ പ്രതികൾ ഇപ്പോൾ എവിടെയുള്ളതെന്ന് പോലീസിന് വിവരമുണ്ട്? അവരത് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷേപം? അല്ല, തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് ക്രൈംബ്രാഞ്ച് ആ സ്ഥാപനത്തിലെ ഫോർമാനായിരുന്ന ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രേഖപ്പെടുത്തപ്പെട്ട മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുള്ള ഒരേ ഒരു അറസ്റ്റ് അത് മാത്രമാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റിലിരുന്ന ആളുകൾ, ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള കൾപ്രിറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, ഇതിൻ്റെ സിംഹഭാഗവും സ്വത്ത് അപഹരിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾ ഇതുവരെ പോലീസിൻ്റെ വെട്ടത്തോ അന്വേഷണ പരിധിയിലോ പോലീസ് അന്വേഷണത്തിൽ വന്നിട്ട് അക്കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചനയില്ല. അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. അതാണ് സത്യത്തിലുള്ളത്. പോലീസിൽ സ്റ്റേഷൻ പരാതി നിലമ്പൂർ കൊടുത്തു, ഇതിൻ്റെ റെസിപ്റ്റ് കിട്ടിയില്ല. ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ബാക്കി നടപടികൾ ബഹുമാനപ്പെട്ട വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി വരെ പോവുക, ജില്ലാ കലക്ടർ, അതേമാതിരിയുള്ള മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കേസുമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പിന്നെ അതുപരമായി നേരിടും. ഇനി നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇത് 1 കോടി രൂപയും അതിന് മുകളിലുമുള്ള സാമ്പത്തിക തട്ടിപ്പുകളെ സംബന്ധിച്ച് ലോക്കൽ പോലീസിനല്ല ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറണം എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പിൻ്റെ സ്റ്റാൻഡുണ്ട്, ഒരു സർക്കുലറുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വിസിബിളായിട്ട് പ്രകടമായിട്ട് അത്തരമൊരു കാര്യം നടപ്പിലാക്കി കാണുന്നത് പാലക്കാടാണ്. പാലക്കാട് ഇതിനകം തന്നെ ഈ കേസ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവർ അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഫോർമാൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 700-ലേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ അതിന് ഇരകളാക്കപ്പെട്ട ആളുകൾ പറഞ്ഞു, പരാതിക്ക് റെസീറ്റ് പോലും കിട്ടിയിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി സാധാരണക്കാരായ മനുഷ്യർ അവർ അന്നാന്ന് ലഭിക്കുന്ന കൂലിയൊക്കെ തന്നെ മാറ്റിവെച്ചാണ് ഈ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത്. നിരവധി ഇരകളുണ്ട് മലബാറിലെ വിവിധ ജില്ലകളിലായിട്ട്. ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ട നിരവധി ആളുകളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ എത്ര പണം നഷ്ടപ്പെട്ടത്? എനിക്ക് 1 ലക്ഷം രൂപ. എവിടെയാ സ്ഥലം? ഞങ്ങൾ ചുങ്കത്ര, നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു ക്യാൻറ്റീൻ നടത്തുന്ന വ്യക്തിയാണ്. ചുങ്കത്ര തന്നെ, കോട്ടയപ്പാട് ഹോസ്പിറ്റലിനുള്ളിൽ. അവിടെ വന്ന് ഡെയിലി വന്നിട്ട് കളക്ഷൻ പിരിക്കും. 200, 300 അങ്ങനെ ഞങ്ങൾ പിരിക്കുന്ന പൈസ കൊണ്ടാണ് ഇവർ ഈ മുങ്ങിക്കുന്നത്. കാരണം ഞാൻ 10-16 വർഷമായിട്ട് ഒരു വാടകപ്പരയിലാണ് ഞാൻ എൻ്റെ കുടുംബവും താമസിക്കുന്നത്. ഇപ്പം നമുക്ക് ലൈഫിൻ്റെ ഒരു വീട് കിട്ടിയിട്ടുണ്ട്. ആ വീട്ടിൻ്റെ ഇതിലേക്ക് 4 ലക്ഷം കൊണ്ട് നമുക്ക് എന്തായാലും ആവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്വരൂപിച്ച പൈസയാണ് ഇവർ ഇതെടുത്തിട്ട് കടന്നു കളഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ പോയി എന്ന് വെച്ചാൽ
ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തൊരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേച്ചി കാരാടുകുറിയിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ടില്ലേ, ഡെയിലി കാശ് ഇട്ടില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എന്നാൽ കാരാടുകുറി അടച്ചു, അപ്പോൾ അതുകൊണ്ട് ഇനി ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതേസമയം നമ്മളെ പിരിവിന് വന്ന ആൾക്കാരെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, ചേച്ചി ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്, കാരണം അവരടച്ചു പോയി, ഡയറക്ടർമാർ ഈ സ്ഥാപനം അടച്ചു പൂട്ടി പോയി എന്നാണ് പറയുന്നത്. ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ വന്ന് പരാതി കൊടുത്തോളൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയൊന്നും അവരോട് ചോദിച്ചിട്ട് അവർക്ക് അറിയില്ല. ഞങ്ങൾ ഒരു വർഷം ഈ പാത്രം ക്ലാസ് കഴുകി ഉണ്ടാക്കിയ പൈസയാണ് അവർ വരുമ്പോൾ ഞങ്ങൾ നിക്ഷേപിക്കുന്നത്. കാരണം ഒന്നിച്ച് നമുക്ക് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയില്ല. ഈ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക്, കുടുംബം നോക്കുന്ന വ്യക്തികൾക്കൊന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ കുറേശ്ശെ ഞങ്ങൾ സ്വരൂപ് കൂട്ടിയ പൈസയാണ് ഇവർ ഒറ്റയടിക്ക് അടിച്ചു കൊണ്ടുപോയിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ചേച്ചി നഷ്ടപ്പെട്ടത്? എവിടെയാണ്? ഞാൻ വഴിക്കടവ് പാലാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനൊരു അപേക്ഷ സെൻറ്റർ നടത്തി വരികയാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ സമ്പാദ്യമാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2 ലക്ഷം രൂപയുടെ അടുത്തുണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എൻ്റെ മോളെ ഇന്ന് ഈ മാസം ഡിസംബർ 21-ാം തീയതി എനിക്ക് ഈ പൈസ തിരിച്ച് കിട്ടേണ്ട സമയമായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ മോളുടെ കല്യാണ എന്താ പറയുക എൻഗേജ്മെൻറ്റ് അടുത്ത മാസം 25-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി അതെന്ത് ചെയ്യും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ സത്യത്തിൽ ആത്മഹത്യേൻ്റെ വക്കിലാണ്. ഒരു വേറെ സമ്പാദ്യങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല. ആകെയുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഹാർട്ട് പേഷ്യൻ്റാണ്, പല അസുഖങ്ങളുള്ള ആളാണ്, കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ധനകാര്യ സ്ഥാപനത്തിൽ കാലങ്ങളായിട്ട് പണം നിക്ഷേപിച്ചിരുന്ന ആളുകളല്ലേ? മുൻപ് തട്ടിപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്തെങ്കിലും സൂചന അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു സൂചന കിട്ടിയിട്ടില്ല, അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ അധികാരികൾ അറിയാൻ വേണ്ടിയാണ് വീണ്ടും ചോദിക്കുന്നത്, ഈ പ്രതികളായിട്ടുള്ള ആളുകളുടെ പേരും വിവരവും ഒന്നുകൂടെ പറയാമോ? അതിൽ പറഞ്ഞല്ലോ MD ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്ന സന്തോഷ്, പിന്നെ മുബഷിർ, അതുപോലെ ഒരുപാട് പേരുണ്ട് ഇതിൽ. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ശ്രീജിത്താണ്. അവരുടെ കൂടെ തന്നെ അന്ന് ഓഫീസിൽ കയറിയിട്ട് രാത്രി ഡാറ്റകളും ക്യാഷും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് അനീഷ് ഓവി, അതുപോലെ ഒരുപാട് പേര് ഡയറക്ടർ ബോർഡിൽ ഒരുപാട് പേരുണ്ട്. അവരുടെ പേരിൽ നമുക്ക് ആരോപണം ഉന്നയിക്കാനുള്ള തെളിവുകൾ ഇട്ടില്ല. ഞങ്ങൾ ആ അഡ്വക്കേറ്റിന് അഭിഭാഷകനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്, തെളിവുകൾ കൊടുക്കുന്നുണ്ട്. നിയമപരമായിട്ട് ഞങ്ങൾ ഏതറ്റം സിവിൽ കേസിന്റെ പരിധിയിലല്ലേ വരുന്നത്? ഇതൊരു പെറ്റീഷൻ ക്രിമിനൽ WPCR ഒരു ക്രിമിനൽ കേസാണ്. വഞ്ചന കുറ്റത്തിൻ്റെ സാമ്പത്തിക തട്ടിപ്പിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അഥവാ അവരെ കണ്ടെത്തിയാൽ തന്നെ നിങ്ങളുടെ ഈ വിക്ടിംസിന്റെ പണം തിരികെ ലഭിക്കാൻ എന്ത് നടപടിയായിരിക്കും? അതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇതിൻ്റെ അന്വേഷണ ചുമതല നൽകുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ അസറ്റുകൾ, ഇവരുടെ പ്രോപ്പർട്ടീസ്, ഇവരുടെ ലക്ഷറി വാഹനങ്ങൾ, സ്വർണം, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ സ്ഥാവര രംഗവസ്തുക്കളും ഇവരുടെ സമ്പത്തും ഏതെങ്കിലും രൂപത്തിലുള്ള ബിനാമി പേരുകളിലേക്ക് മാറ്റിയിട്ടുണ്ടോ, ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ടോ, വിദേശ രാജ്യങ്ങളിലെ അക്കൗണ്ടുകളിലേക്ക് കടത്തിയിട്ടുണ്ടോ, ഇവർ തന്നെ കുടുംബസമേതം ഇന്ത്യക്ക് കുറ്റവാളികളെ കൈമാറാൻ പറ്റാത്ത, കൈമാറണമെന്ന് ട്രീറ്റ് ഇല്ലാത്ത മറ്റേതെങ്കിലേക്ക് രാജ്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തണം. ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം ഒരു ദേശീയ അന്വേഷണ ഏജൻസിയിലേക്കോ ക്രൈംബ്രാഞ്ചിലേക്കോ എങ്കിലും മാറ്റണം എന്നാവശ്യപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി ഇരകളുണ്ട്, അവരുടെ വിഷയം പരിഗണിക്കപ്പെടണം. അധികൃതർ, അതുമായി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ, പോലീസൊക്കെ തന്നെ നടപടികൾ വളരെ വേഗത്തിലാക്കണമെന്നുള്ളതാണ് ഇരകൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കോടിക്കണക്കിന് രൂപയാണ് ഈ കുറി സ്ഥാപന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ആ ചേച്ചിയൊക്കെ തന്നെ പറഞ്ഞതുപോലെ നിത്യരോഗികൾ വീട്ടിലുള്ള ദിനം പ്രതി ലഭിക്കുന്ന ചെറിയ വരുമാനമൊക്കെ തന്നെ മാറ്റിവെച്ചായിരുന്നു ഈ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു തട്ടിപ്പിൽ അതിവേഗ നടപടി അതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യം ഇവർ വീണ്ടും ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കരുളായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.